ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു LGS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 10th പ്രിലിംസ് തേർഡ് സ്റ്റേജ് ആണ് 11/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന റിലേറ്റഡ് ഫാക്ട്സുകളും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് റിവിഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നമ്മുടെ ഓപ്ഷനിൽ ഗാന്ധിജി ഉണ്ട്, ഓപ്ഷൻ ബി ലക്ഷ്മണസ്വാമി മുതലിയാർ, സി ഡോക്ടർ രാധാകൃഷ്ണൻ ആൻഡ് ഡി ഡോക്ടർ DS കോത്താരി. നമ്മുടെ ആൻസർ എന്താ വരും? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. അപ്പം ക്ലാസ് മുറികളിൽ, കോത്താരിയുടെ ക്ലാസ് മുറികൾ എന്ന് ഓർത്തു വെച്ചാൽ നമുക്ക് ആൻസറിലേക്ക് വളരെ എളുപ്പത്തിലെത്താം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ DS കോത്താരി. സെക്കൻഡ് ചോദ്യം: ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നമ്മൾ ലോക മനുഷ്യാവകാശമായ ദിനമായി ആചരിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും അറിയാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡിസംബർ 10. ഓക്കെ. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? സ്ഥിരമായി PYQയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷനിൽ നെപ്പോളിയൻ ഉണ്ട്, ഓപ്ഷൻ ബി മെറ്റാനിക്ക, ഓപ്ഷൻ സി റൂസോ ആൻഡ് ഓപ്ഷൻ ഡി വോൾട്ടയർ ആണ്. നമ്മുടെ ആൻസർ വളരെ എളുപ്പത്തിൽ നമുക്കറിയാം അല്ലേ? നമുക്കറിയാം ആരാണ് റൂസോ, ആരാണ് വോൾട്ടയർ, ആരാണ് നെപ്പോളിയൻ. അപ്പോൾ നമ്മുടെ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന അഭിപ്രായം നൽകിയത് നമ്മുടെ ഓപ്ഷൻ ബി മെറ്റാനിക്കയാണ് കേട്ടോ, മെറ്റാനിക്ക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ചോദ്യമാണ്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര് എന്നതാണ്. ഓപ്ഷനിൽ വാഗ്ഭടാനന്ദനുണ്ട്, കുരൂലി ചേകോനുണ്ട്, ശ്രീനാരായണ ഗുരു ഉണ്ട്, അയ്യങ്കാളി ഉണ്ട് അല്ലെ. നമുക്ക് വാഗ്ഭടാനന്ദനെ കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അയ്യങ്കാളിയെ കുറിച്ചും എല്ലാം വ്യക്തമായിട്ടുള്ള അറിവുണ്ട്. അവരെ ആരെയും കടത്തനാടൻ സിംഹം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ട് കേട്ടിട്ടുമില്ല. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കുരൂലി ചേകോൻ. ഓരോ ചോദ്യങ്ങൾ പറയുമ്പോഴും ദയവ് ചെയ്ത് നിങ്ങൾ ഓരോ വ്യക്തികളുടെ ഓപ്ഷനിലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുകയോ ഓർത്തെടുക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു റിവിഷന് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ചോദ്യമാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഓപ്ഷൻ എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്. ചോദ്യം ഇതാണ്: രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി എന്നതാണ് ചോദ്യം. ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയാണ്? തിരുവനന്തപുരമാണോ? അല്ല. എറണാകുളമാണോ? അല്ല. പാലക്കാടാണോ? അല്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, കൊല്ലത്താണ് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ചത്. അപ്പോൾ കേരളത്തിലാണ് ആരംഭിച്ചത്, കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ആരംഭിച്ചതെന്ന് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. 2024 ഓർത്തു വയ്ക്കുക. ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി രേഖാംശ രേഖയിലെ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര എന്നതാണ് ചോദ്യം. അപ്പം 2 PM ആണ്. നമുക്ക് ഇതിന്റെ ഡിഫറൻസ് 5:30 ആണെന്നറിയാം അല്ലേ, 5.5 മണിക്കൂറാണെന്നറിയാം. അപ്പം നമുക്ക് 2 PM 5:30 PM കൂടി ചേർക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7:30 PM ആണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 7:30 PM ആണ്. ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നതാണ്. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണ്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 3ഉം 1ഉം, ഓപ്ഷൻ സി ഇവയെല്ലാം ഓപ്ഷൻ ഡി 2ഉം 3ഉമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് ശരിയായത് ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഏതാണ്? ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. വളരെ ശരിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നതുള്ള. ഇതെല്ലാം ശരിയായ പ്രസ്താവനയാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇവയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം: ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത് എന്നതാണ് ചോദ്യം. ഓപ്ഷനിൽ 42, ആർട്ടിക്കിൾ 42 ഉണ്ട്. ഭേദഗതി അമെൻമെന്റ് 42 ഉണ്ട്, 74 ഉണ്ട്, 91 ഉണ്ട്, 61 ഉണ്ട്. അപ്പം 21 നിന്നും 18 ആക്കി നമ്മുടെ പ്രായം, വോട്ടവകാശം അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം കുറച്ച് അമെൻമെന്റ് ഏതാണ്? സ്ഥിരമായി PYQയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ.
ഇത് ആക്ട് വരുന്നത് 1988 നിലവിൽ വരുന്നത് 1989 രാജീവ് ഗാന്ധിയുടെ സമയത്താണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ നെടുമങ്ങാട്, ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര, സി ചിറയൻകീഴ്, കാട്ടാക്കട. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്താണ്? നെയ്യാറ്റിൻകര, ഓപ്ഷൻ ബി അല്ലെ. നമ്മുടെ പോർട്ടൊക്കെ വന്നു, നമുക്കറിയാം. സോ ഈ ക്വസ്റ്റ്യൻ അത്രയും റെലവൻസ് ഉണ്ടെന്ന് ആലോചിക്കുക. 10ാമത്തെ ചോദ്യം, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏത് എന്നതാണ്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, പർവ്വത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ, ഏതാണ്? മൺസൂൺ മഴയും ഇടവിട്ടു വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിന്. നമ്മുടെ കേരളം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അല്ലെ. അപ്പം ആ കേരളത്തിൽ നമുക്ക് എന്ത് മണ്ണിനുമാണ്? നമുക്കറിയാം ഏത് മണ്ണിനാണിടാ? ലാറ്ററൈറ്റ് ആണ് അല്ലെ. ലാറ്ററൈറ്റ് മണ്ണിനാണ്, ഓർത്ത് വെക്കുക, ലാറ്ററൈറ്റ് മണ്ണിന്. അടുത്ത 11ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്നതാണ്. നമ്മുടെ ഓപ്ഷനിൽ തമിഴ്നാട്, കർണാടക, ആസാം, കേരള 4 ഓപ്ഷൻസ് ആണുള്ളത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേരളമാണ്, കേരളം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് എന്നതാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് കർണാടകം, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജാംഷഡ്പൂർ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാൾ. നമ്മുടെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് എന്നതാണ്. ഏതാണ്? ഏറ്റവും വലുതാണ്. ഏതാണടാ? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ്. ടാറ്റ, ടിസ്കോ എന്നറിയപ്പെടുന്ന ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? അപ്പം നമുക്ക് ഏറ്റവും വിസ്തൃതവും ഏറ്റവും പഴക്കം ചെന്നതും എന്നുള്ള 2 കോൺസെപ്റ്റിൽ തന്നെ നമ്മുടെ ആൻസറിലേക്ക് എത്താം അല്ലെ. പിന്നെ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായതും കൂടി ഉറപ്പിക്കാം. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷനിൽ മാൽവ പീഠഭൂമിയുണ്ട്, ഉപദ്വീപീയ പീഠഭൂമിയുണ്ട്, ആരവല്ലി പർവ്വതനിരയുണ്ട്, ഉത്തര മഹാസമതലമുണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്, പെനിൻസുലർ പ്ലേറ്റ്. അടുത്തത്, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത്? കൊല്ലം ടു കോട്ടപ്പുറം പശ്ചിമ തീര കനാൽ ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. ദേശീയ ജലപാത 3, ദേശീയ ജലപാത 4, 5, 2. ഏതാണ്? സ്ഥിരമായിട്ടുള്ള PYQ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലെത്താം. ബാക്കി ദേശീയ ജലപാതകൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളെയും കൂടി കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാനിപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെ ആണ്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീര സമതലങ്ങൾ. ഏതാണ്? അല്ലെ. ധാനിപുര എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ധാരാളം കൃഷി നടക്കുന്ന സ്ഥലം, ശുദ്ധമായ അലൂവിയൽ സോയിൽ അല്ലെ, എക്കൽ മണ്ണിന്റെ സാന്നിധ്യം, ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഹിമാലയൻ നദികളുടെ സാന്നിധ്യം, ഇതെല്ലാം കൂടുതലായി ലഭിക്കുന്നതും അതുപോലെ തന്നെ കൃഷിക്ക് വളരെ അനുയോജ്യമായ സ്ഥലവും ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തര മഹാസമതലമാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഉത്തര മഹാസമതലം, നോർത്തേൺ പ്ലെയിൻസ്. ഓക്കെ. അടുത്ത ചോദ്യം 16, ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നതാണ്. ഓപ്ഷനിൽ ഭൂതല ഹായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, പ്രത്യക്ഷ വിദൂര സംവേദനം, ഇവയൊന്നുമല്ല അല്ലെ. നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ 7ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 9ാമത്തെ ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? നമ്മളെ ഭൂപ്രതലത്തിൽ നിന്നുമാണ് ഭൗമ ഉപരിതലത്തിന്റെ ചിത്രങ്ങളാണ് ക്യാമറ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. അത് ഭൂതല ഹായാഗ്രഹണമാണ്. ഓപ്ഷൻ എ, ഭൂതല ഹായാഗ്രഹണം. ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത്? ഇന്ദിരാ പോയിന്റ്, തൂത്തുക്കുടി, പാറശാല, കന്യാകുമാരി എന്നതാണ്. അപ്പൊ ഇവിടെ ഇന്ത്യയുടെ മെയിൻലാൻഡ് എന്നാണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്, കന്യാകുമാരിയാണ്. ഈ ചോദ്യവും PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഈ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തതാണ്. നമ്മുടെ ഓപ്ഷനിൽ അക്ഷാംശീയ സ്ഥാനമുണ്ട്, പശ്ചിമ അസ്വസ്ഥത, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യമുണ്ട്. പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. താരതമ്യേന വീതി കുറവ്, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളും. നമ്മളോട് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം താരതമ്യേന വീതി കുറവ് ശരിയാണ്.
ശരിയാണ്. അതുപോലെ ബംഗാൾ ഉൾക്കടലിലാണോ? അല്ല. അത് തെറ്റായ പ്രസ്താവനയാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. അതും ശരിയാണ്. വീതി താരതമ്യേന കൂടുതലാണ് എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ഏതൊക്കെയാണ് ആൻസർ വരുന്നത്? താരതമ്യേന വീതി കുറവ് ശരിയാണ് അല്ലേ? അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ തെറ്റായത് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും, അതുപോലെ തന്നെ നാലാമത്തതും തെറ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയാണ്. നമ്മുടെ ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. അപ്പം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഈ ചോദ്യവും PSC ക്യാൻസൽ ചെയ്തു. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നതാണ് 21ാമത്തെ ചോദ്യം. ഇതിലെ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അതുപോലെ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്, അയ്യങ്കാളിയല്ല. അപ്പൊ അത് തെറ്റാണ്. അതുപോലെ പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു, അതും ശരിയാണ്. അപ്പൊ നിങ്ങളുടെ ആൻസർ 1ഉം 3ഉം ശരിയാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്തതാണ്. 21ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ, 2 മാത്രം. അടുത്ത ചോദ്യം തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്. നമ്മുടെ ഓപ്ഷനിൽ നിന്നും 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമാവുന്നത്. ഓക്കെ, ഇനി കേരളം രൂപീകരിച്ചതാണ് 1956 നവംബർ 1. അപ്പൊ ഈ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്നത് എവിടെയാണ്? അത് ചമ്പാരനിലാണ്, ബീഹാറിലെ ചമ്പാരനിലാണ് അല്ലെ? എല്ലാവർക്കും അറിയാം, സ്ഥിരമായ ഒരു സാന്നിധ്യമാണ് ഈ ചോദ്യം. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആര് എന്നതാണ്. ജൊനാഥൻ ഡങ്കൻ, വില്യം ജോൺസ്, ദയാനന്ദ സരസ്വതി, ദേവേന്ദ്രനാഥ ടാഗോർ. ആൻസർ എന്താണ്? ജൊനാഥൻ ഡങ്കൻ. ജൊനാഥൻ ഡങ്കൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ജൊനാഥൻ ഡങ്കൻ ആണ്. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഇതിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും എന്നത് ശരിയാണ്. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്നതും ശരിയാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബന്ധമില്ലാത്തതാണ്. ബന്ധമില്ലാത്തത് പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും എന്നതാണ്. അപ്പം 2 മാത്രം. അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് നമുക്കറിയാം വാഗ്ബടാനന്ദനാണ്. വാഗ്ബടാനന്ദൻ. ഓക്കെ, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം 1836. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്കറിയാം SNDP ആണ്. ചട്ടമ്പി സ്വാമികൾ ുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസ് എടുത്തു പറയുന്നില്ല. അടുത്തത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് എന്നതാണ് ചോദ്യം. 2024 കറണ്ട് അഫയേഴ്സ് ആണത്. 24 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. NS മാധവൻ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം അല്ലെ? സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ നടപ്പിലാക്കിയ സംസ്ഥാനം ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ ആണ്. പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? നമുക്കറിയാം ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മയാണ് നമ്മുടെ ചോദ്യം ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്സമ്മാനം ലഭിച്ചതാർക്ക്? 2024 സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്ങിനാണ്. ദക്ഷിണ കൊറിയക്കാരിയായ ഹാൻ കാങ്ങിനാണ്. ഇവരുടെ ദി വെജിറ്റേറിയൻ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം അത് ഉൾപ്പെടുന്നതാണല്ലോ. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം 1978 44ാം അമെൻമെന്റ് പ്രകാരം ഇതിനെ നീക്കം ചെയ്തു. നിലവിൽ 300A എന്ന് പറയുന്ന ഒരു ലീഗൽ റൈറ്റ് ആയിട്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക കടമകൾ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. അപ്പം ഡ്യൂട്ടീസ് നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ ആണ് അല്ലെ? സോവിയറ്റ് യൂണിയൻ. റൈറ്റ്സ് ആണെങ്കിലോ അത്
അമേരിക്കയാണ്. നമുക്കറിയാം അമേരിക്കയിൽ നിന്നാണ് അല്ലേ. US-ൽ നിന്നുമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കടം കൊണ്ടിരിക്കുന്നത്, ഓർത്തിരിക്കുക. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കടം കൊണ്ടു, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് എന്തൊക്കെ കടം കൊണ്ടു, ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക അല്ലേ. 33 താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിന്റെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതില് 51 സെക്കൻഡ് അല്ല, 52 സെക്കൻഡ് ആണല്ലേ. അതുപോലെ തന്നെ ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണോ എഴുതിയത്? അല്ല, നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ നമ്മുടെ ഇതും തെറ്റായതാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവയെല്ലാം. PSC ഫൈനൽ കീഴിൽ ഇവയെല്ലാമാണ് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം 34th ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര് എന്നതാണ്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, ഉപരാഷ്ട്രപതി. ആരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്? എല്ലാവർക്കും അറിയാന്നുള്ള ചോദ്യം അല്ലേ. രാഷ്ട്രപതി, പ്രസിഡന്റ് ആണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993. അത് ശരിയായ പ്രസ്താവനയാണല്ലോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. അതിൽ മാറ്റമുണ്ടല്ലോ, അത് തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അതും ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകളാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 4 അല്ലെ. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ഗാന്ധിജി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് ആണ് ഈ നിയമം, ഈ വകുപ്പ് നിലവിൽ വന്നത്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, ലൈഫ് ആൻഡ് ലിബർട്ടി അല്ലെ. 21 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് വകുപ്പ് 32 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 36ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് A ആണ്. A. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നതാണ് ചോദ്യം. VP മേനോൻ, ഫസൽ അലി, സർദാർ വല്ലഭായ് പട്ടേൽ, ഇവരാരുമല്ല. 37ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് നിയോഗിക്കപ്പെട്ടത് ഫസൽ അലിയാണ്. അടുത്ത ചോദ്യം. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഏത് റിട്ടാണ്? മാൻഡമസ്. കമാൻഡ് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ വരുന്ന മാൻഡമസ് ആണ്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര് എന്നതാണ്. രവീന്ദ്രനാഥ് ടാഗോർ ആണോ? അല്ല. സത്യേന്ദ്രനാഥ് ടാഗോർ ആണോ? അല്ല. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനമാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 8ാം പട്ടിക അനുസരിച്ച് ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം A, കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ കേരളത്തിന്റെ അത് 9 ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുമായിരുന്നു. അടുത്ത ചോദ്യം. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? നിലവിൽ K. കൃഷ്ണൻകുട്ടിയാണ് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം ഈസ്റ്റ് അല്ലേ. ഈസ്റ്റ്, ഈനെ നമുക്ക് തിരിച്ചിട്ടാൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ്. ജലസേചന പദ്ധതി ഏതാണ്? കല്ലടയാണ് അല്ലെ. കല്ലട. പക്ഷെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ജലസേവന പദ്ധതി എന്നാണ്. അപ്പൊ അത് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ചോദ്യം, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല. എല്ലാവർക്കും അറിയാം, പാലക്കാടാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ പ്രത്യേകതകൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് എന്നതാണ് ചോദ്യം. ഏതാണ്? വി അബ്ദുറഹ്മാനാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ജില്ല തിരുവനന്തപുരമാണ്. അയ്യങ്കാളി ജനിച്ചത് എന്നാണ് അയ്യങ്കാളി ജനിച്ചത്? 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം. എവിടെയാണിടാ? ഇ വി രാമസ്വാമി നായ്ക്കർ ബന്ധപ്പെട്ടിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ട്. സോ ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വി ടി ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, മഹാദേവ് ഗോവിന്ദ രാനഡെ, വൈകുണ്ഠസ്വാമി. ആരാണെടാ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം, വി ടി ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, വൈകുണ്ഠസ്വാമികളെല്ലാം കേരളവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകരാണ് അല്ലെ. അപ്പൊ മഹാദേവ ഗോവിന്ദ രാനഡെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അംഗമായിരുന്ന മലയാളി ആരാണ്? ആ മലയാളി നമുക്കറിയാം, കെ എം പണിക്കർ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിലാണ് ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അപ്പം ഈ തന്നിരിക്കുന്ന ക്ലൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇദ്ദേഹമാണ് എ കെ ഗോപാലൻ. അടുത്ത ചോദ്യം, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? സ്ഥിരമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് ഈ ചോദ്യം. ചേറ്റൂർ സി ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതിയുടെ കർത്താവ്. ഫത്ഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ്. കവി കാസി മുഹമ്മദ് എഴുതി. ആണോ? ശരിയാണോ? കവി കാസി മുഹമ്മദ് ആണോ എഴുതിയത്? സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. കേരളത്തിലെ ജാതി വ്യവസ്ഥ വിവരിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം. ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയില് PSC ക്യാൻസൽ ചെയ്തിരുന്നു കേട്ടോ. ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം. വൈക്കം, വടകര, കൊച്ചി, മഞ്ചേരി. അപ്പൊ വനിതാ സമ്മേളനം, വനിത വടകര. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ഡോക്ടർ പൽപു, മൊയ്തു മൗലവി, അയ്യത്താൻ ഗോപാലൻ, കെ കേളപ്പൻ. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, ഗുരുവായൂർ സത്യാഗ്രഹം, മലയാളി മെമ്മോറിയൽ. ആരാണടാ ബാരിസ്റ്റർ GP പിള്ള? മലയാളി മെമ്മോറിയൽ. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, ഷൺമുഖം ചെട്ടി, എസ് നീലകണ്ഠ അയ്യർ. 59 ചോദ്യം സി നീലകണ്ഠ ചെട്ടി. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു. കുന്നത്തൂരാണോ, അഗസ്തീശ്വരമാണോ, മാവേലിക്കരയാണോ, ചിറയൻകീഴാണോ? ഏതാണത്? നമുക്കറിയാം അഗസ്തീശ്വരമാണ് കേട്ടോ. അഗസ്തീശ്വരം. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ഉണ്ടാകുന്ന ഒരു രോഗമാണ് അല്ലെ. വൈറ്റമിൻ എ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള രോഗം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നിശാന്തത. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? പ്രമേഹം, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, പക്ഷാഘാതം. നമ്മുടെ ജീവിതശൈലി രോഗത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണടാ? ഹീമോഫീലിയ ആണ് കേട്ടോ. ഹീമോഫീലിയ ഒരു ഹെറിഡിറ്ററി രോഗമാണ്. ഓക്കെ. നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ചാൾസ് ഡാർവിൻ, MS സ്വാമിനാഥൻ, സലീം അലി, റേച്ചൽ കേഴ്സൺ. നമ്മുടെ ആൻസർ റേച്ചൽ കേഴ്സൺ ആണ്. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എന്നതാണ് ചോദ്യം. ലിംഫോസൈറ്റ് ആണ് കേട്ടോ. ലിംഫോസൈറ്റ്.
മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? എവിടെയാണെടാ? കരളിലാണ് അല്ലെ? യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്. അടുത്ത ചോദ്യം, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏത് എന്നതാണ്. അമ്പിളി, കൗമുദി, സൽകീർത്തി, പ്രിയങ്ക. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പ്രിയങ്കയാണ്. പ്രിയങ്ക. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നാണെടാ? അത് 2023 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് എന്നതാണ് ചോദ്യം. 1 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം. എത്രയാണ്? 5 ലക്ഷമാണ്. ആൻസർ എന്ന് പറയുന്നത് 5 ലക്ഷമാണ് കേട്ടോ. 5 ലക്ഷം. അടുത്ത ചോദ്യം, പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതൊക്കെയാണെടാ? തന്നിരിക്കുന്നതില് ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണം ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ? തെറ്റാണല്ലേ? നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശരിയായതാണ് അല്ലെ? തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി ശരിയാണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തിയും ശരിയാണ്. നമുക്ക് എന്ത് മനസ്സിലാക്കാം? തന്നിരിക്കുന്നതിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അടുത്ത ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെടാ? മിഥ്യ, വസ്തുവിനേക്കാൾ ചെറുത്, നിവർന്നത്, വസ്തുവിനേക്കാൾ വലുത്, നിവർന്നത്, യാഥാർത്ഥം, യഥാർത്ഥം, നിവർന്നത്, വസ്തുവിനേക്കാൾ ചെറുത്, യഥാർത്ഥം, വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. അടുത്ത ചോദ്യം, മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷ് ആണ്. 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെ, 2 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെ, 20 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെ, 2 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെ. എത്രയാണ്? സി, 20 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, 74ാമത്തെ ചോദ്യം, ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്. 310 കെ, 37 കെ, 61 കെ, 371 കെ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 310 കെ ആണ്. 310 കെ. ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം ഏത്? ഏതാണെടാ ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം? u സ്ക്വയർ ഈസ് ഈക്വൽ ടു v സ്ക്വയർ മൈനസ് 2as. ഒരു പെട്രോ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. പെട്രോൾ കാറാണ് കേട്ടോ. പെട്രോൾ കാറിലാണ്. വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്നു, താപോർജം വൈദ്യുതോർജമാകുന്നു, രാസോർജം ഗതികോർജമാകുന്നു, യാന്ത്രികോർജം താപോർജമാകുന്നു. ആരാണ്? രാസോർജം ഗതികോർജമാകുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു, ചന്ദ്രനും സൂര്യനുമിടയിൽ ഭൂമി വരുന്നു, സൂര്യനും ഭൂമിക്കുമിടയിൽ ബുധൻ വരുന്നു, ചന്ദ്രനും ഭൂമിക്കുമിടയിൽ സൂര്യൻ വരുന്നു. ഏതാണ്? ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്നത് എന്താണ്? ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിലായിട്ട് ചന്ദ്രന്റെ വരവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 78ാമത്തത്, ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു, ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണെടാ? തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ്. നമുക്ക് നോക്കാം എന്താണ്. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല, ശരിയാണോ? ശരിയാണ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു, തെറ്റാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. തന്നിരിക്കുന്നവയിൽ നിന്ന് നമുക്ക് 2 മാത്രമാണ് തെറ്റ് എന്ന ഓപ്ഷനിലേക്ക് പോകണം. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, നമ്മളോട് ശരിയായ ഉത്തരം കണ്ടെത്താൻ തന്നിരിക്കുന്നതിൽ ഓപ്ഷനിൽ ശരിയായ ഉത്തരമാണ് കണ്ടെത്താനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ശരിയാണോ? ഒരേ മാസ് നമ്പറും
ശരിയായ പ്രസ്താവനയാണ്. ഏതാണ്? തെറ്റ്. വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ശരിയാണ്. ഒരേ അറ്റോമിക നമ്പരും ഒരേ മാസ് നമ്പരുമുള്ള വ്യത്യസ്ത മൂലകത്തിന്റെ ഒരേ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. തെറ്റാണ്. വ്യത്യസ്ത മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ലാസ്റ്റ് ചോദ്യം, അറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഏതാണ് എന്നതാണ് ചോദ്യം. HCNO. കാർബൺ ആണോ, നൈട്രജൻ ആണോ, ഓക്സിജൻ ആണോ? അറ്റോമിക സംഖ്യ 8 നമുക്കറിയാം, ഓക്സിജൻ. ഓക്കെ, അപ്പം ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ചോദ്യവും ഉത്തരവുമാണ്, റിലേറ്റഡ് ഫാക്ട്സ് അധികമായി പറയാത്തത് തന്നെ. നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ കഴിയുമ്പോഴും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് 80 ചോദ്യങ്ങളാണ് ഇവിടെ നോക്കിയത്. ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സ് പറയാതെ പോയതിന് കാരണം ഓരോ ക്വസ്റ്റിനും അതിന്റെ ഉത്തരവും. അപ്പം ഇതുമായിട്ടുള്ള പോർഷൻസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അറിയുന്നുണ്ടോ, നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ, അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോവുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. കൂടുതൽ PYQ സെക്ഷനുകൾ കാണുന്നതിന് വേണ്ടി സഹകാരിയുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.